എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തക്കാളിയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാര മാർഗ്ഗമായിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തക്കാളീൻ്റെ തൈയിൽ ചില സമയത്ത് വാടി നിൽക്കുന്ന പോലെ വരാറുണ്ട്. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മളിത് ഫേസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വെറുതെ ഒരു കാരണമില്ലാതെ ഇലകളൊക്കെ വാടി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ തക്കാളിയൊക്കെ ഉണ്ടായി നിൽക്കുന്ന ടൈമാണെങ്കിൽ അത് കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതിനെതിരായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ അമ്മ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ തേങ്ങാ വെള്ളവും 1/2 ലിറ്റർ സാധാരണ വെള്ളമാണ്. അപ്പോൾ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് 2-3 ദിവസം എടുത്ത് വെച്ചിട്ട് 1/2 ലിറ്റർ ആക്കി എടുക്കുക. അതേ അളവിന് തന്നെ വെള്ളവും കൂടെ ചേർത്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ അധികം തൈകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അളവ് രണ്ടും കുറച്ചെടുത്താൽ മതി. അപ്പോൾ 1/4 ലിറ്ററും 1/4 ലിറ്ററും വീതം എടുക്കുക. എന്നിട്ടിപ്പോൾ 1/2 ലിറ്റർ ആണ് നമ്മൾ രണ്ടും എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സ്യൂഡോമോണസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്യൂഡോമോണസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു ഗുണമേന്മ വർദ്ധിക്കാനൊക്കെ നമ്മൾ സ്യൂഡോമോണസ് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയും തെളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി അത് നമ്മൾ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കാലത്ത് നേരത്തെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇത് കുറച്ച് നാൾ അടുപ്പിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇടവേളകളിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കറിയാലോ, സ്യൂഡോമോണസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രാസവളം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 15 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ജൈവവളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ചാരമൊക്കെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്യൂഡോമോണസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു തേങ്ങാ വെള്ളവും നമ്മുടെ വെള്ളവും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ ഒരു സ്യൂഡോമോണസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും തളിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ വാടി നിൽക്കുന്നതൊക്കെ നല്ലൊരു മാറ്റം വരും. പുതിയൊരു ഇലകളൊക്കെ വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ല റിസൾട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയിൽ നമ്മൾ വളമായിട്ട് കൊടുക്കാനൊക്കെ നമുക്ക് വീട്ടിലുള്ള നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇല്ലേ, അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളിക്ക് ചെടിക്കൊക്കെ നന്നായിട്ട് വളരാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലി, ഇതൊക്കെ നമുക്ക് വളമായിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതിപ്പോൾ ഒരു ചെടി കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് അമ്മ ഇവിടെ അത് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ഞാനത് വേഗം വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മുമ്പ് ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ചൂടുള്ള നേരത്ത് 2 നേരം തക്കാളി തൈകളൊക്കെ നനയ്ക്കാനായിട്ട് നോക്കുക. അതുപോലെ ഡയറക്റ്റായിട്ട് ചൂട് അതിൻ്റെ ആ ഒരു കടയുടെ ഭാഗത്തേക്ക് അടിക്കാതിരിക്കാനായിട്ട് നമുക്ക് കടയ്ക്ക് ചുറ്റുമായിട്ട് കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഉണങ്ങിയിട്ടുള്ള ഇലകളില്ലേ, അതൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ചൂടടിക്കില്ലല്ലോ, അപ്പോൾ വാടാതിരിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ ആ ഒരു നനവ് തടത്തിൽ നിൽക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ അറിയുന്നവർ അത് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അറിയാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതി ഇന്നത്തെ ഈ ഒരു കൊച്ചു ടിപ്പ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ടും അറിയിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന് തീർച്ചയായും ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, താങ്ക് യു.